മടപ്ലാത്തുരത്തിൽ 22ാമത് എം.ടി. ചൂസ സ്മാരക കാവ്യസായാഹ്നം സംഘടിപ്പിച്ചു. 22ാമത് എം.ടി. ചൂസ സ്മാരക കാവ്യസായാഹ്നവും പ്രതിഭകളെ ആദരിക്കലും അനുസ്മരണ സമ്മേളനവും മടപ്ലാത്തുരത്ത് പെരിയാറിന്റെ തീരത്ത് നടത്തപ്പെട്ടു. ഭാരവാഹികളായ ജനറൽ കൺവീനർ ഷാജു പീറ്റർ, ജനറൽ സെക്രട്ടറി ജിസ്മോൻ ഫ്രാൻസിസ്, കവിയരം കൺവീനർ വി. സ്വാമിനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാവിലെ 8 മണിക്ക് കുടുംബക്കല്ലറയിൽ പ്രാർത്ഥന, തുടർന്ന് എം.ടി. ചൂസ സ്മാരക മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ചന്ദ്രൂർ ദിവാകരൻ നഗറിൽ പതാക ഉയർത്തൽ എന്നിവ നടത്തപ്പെട്ടു. തുടർന്ന് രാവിലെ 10:30 യുവജന ക്ലബ്ബുകളുടെ സംഗമവും അംഗങ്ങൾ നട്ടുപിടിപ്പിച്ച ഫലവൃക്ഷ തൈകളുടെ ഏറ്റുവാങ്ങലും നടത്തപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് അനുസ്മരണ സമ്മേളനം നടന്നു. സീന സോളമൻ ഈശ്വര പ്രാർത്ഥന നടത്തി. ജിസ്മോൻ ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു. ഇവിടെ എത്ര താല്പര്യത്തോടുകൂടി വന്ന ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വളരെയേറെ ഇപ്പോൾ ചൂടത്ത് യാത്ര ചെയ്യാൻ പാടില്ല എന്നോട്ട് ആ സമയത്ത് യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഐമൻ രവി സാറിനെ നിങ്ങളുടെ എല്ലാവരും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. വി.ആർ. നോയൽ രാജ് അധ്യക്ഷത വഹിച്ചു. ദേവദാസ് ചേന്നമംഗലം, ഫിലിപ്പ് ഓളാട്ടുപുറം, എം.എസ്. രാധാകൃഷ്ണൻ, വി.എസ്. ബോബൻ, ഷീല ജോസം മനക്കൽ എന്നിവർ അനുസ്മരണം രേഖപ്പെടുത്തി. തുടർന്ന് ഉണ്ണി യു.ആർ. നന്ദി രേഖപ്പെടുത്തി. ചങ്ങമ്പുഴയുടെ വാഴക്കുല രംഗാവതരണം ഗീത ടീച്ചർ അവതരിപ്പിച്ചു. തുടർന്ന് വൈകിട്ട് 3 മണിക്ക് കവിയരങ്ങ് നടത്തപ്പെട്ടു. അന്ന മരിയ ഈശ്വര പ്രാർത്ഥന നടത്തി. ജോജോ മനക്കൽ സ്വാഗതം പറഞ്ഞു. സി.പി. പള്ളിപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു. ഐമനം രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വി.എസ്. മുരളീധരൻ അനുസ്മരണം രേഖപ്പെടുത്തി. തുടർന്ന് ഷാജു പീറ്റർ നന്ദി രേഖപ്പെടുത്തി. പ്രിയങ്ക പവിത്രൻ കൂറ്റനാട്, പ്രഭ ദാമോദരൻ, ഗിരീഷ് കെടാമംഗലം, അജിത് പുതുവ, മേരി തോമസ്, ഗോപൽ നായരമ്പലം, മോഹൻ ചെറായി, സരസൻ എടവനക്കാട്, ഹൻസ അശോക്, ഗീത മേലെടുത്ത്, സജി മധു അയ്യാരിൽ, ഷാജു പീറ്റർ, അംബികാദേവി കൊട്ടേക്കട്ട്, ബിജോയ്, പറവൂർ രാജഗോപാൽ, അമ്മിണി ടീച്ചർ, കവിത ബിജു, വിവേകാനന്ദൻ മുനമ്പം, കെ ബാബു മുനമ്പം, അഡ്വക്കേറ്റ് പി.കെ. ഉണ്ണിക്കുട്ടൻ, ദേവദാസ് ചേന്ദമംഗലം, വിജയൻ, അജിത് കുമാർ ചെട്ടിക്കാട്, പി.ആർ. ഉണ്ണികൃഷ്ണൻ, ഹൗവ ടീച്ചർ, എ.എസ്. സജീവ്, വേലു ടി.കെ.എസ്, ജോൺസൺ ചെട്ടിക്കാട്, ഷെറീന സിദ്ദിഖ്, സുബ്രഹ്മണ്യൻ കൂവപ്പറമ്പിൽ, ഷീജ എൻ കൊടുങ്ങല്ലൂർ എന്നിവർ കവിരങ്ങിൽ പങ്കെടുത്തു. ഒരു മുടക്കവും കൂടാതെ ഈ കാവ്യസായാഹ്നം തുടർന്നു പോവുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ സൂചിപ്പിച്ചല്ലോ, ഇത് ഒരു പിതാവിന് വേണ്ടി ഒരു മകൻ നടത്തുന്ന ഒരു സമർപ്പണ ചടങ്ങാണ്. അദ്ദേഹം വേറെ വഴിയൊന്നും, ആളുകൾക്ക് കഞ്ഞി കൊടുക്കാം, നിരവധി കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അതിനപ്പുറം അതൊക്കെ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം കണ്ടെത്തിയത് നമ്മുടെ ഈ പ്രദേശത്തുള്ള പുതിയ കവികൾക്കും കവിത ചൊല്ലാൻ ആഗ്രഹമുള്ള പഴയ തലമുറയിലെ ആളുകൾക്ക് എല്ലാം ഒരു വേദി ഒരുക്കി കൊടുക്കണം. അത് ഏതായാലും എൻ്റെ പിതാവിൻ്റെ പേരിൽ തന്നെ ആകട്ടെ എന്ന് 22 വർഷം മുമ്പ് തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരിപാടി ചെറിയ തോതിൽ ആദ്യം അവിടെ ആ പെരിയാർ കവിയരങ്ങ് നടന്ന ആ തൊട്ട് പെരിയാറിൻ്റെ തീരത്ത് തന്നെയായിരുന്നു ഈ പരിപാടി. തുണി കൊണ്ടൊക്കെ ഉള്ള ചെറിയൊരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലായിരുന്നു ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.